ക്ലാസ് 12 അപ്ലിക്കേഷൻസ് ഓഫ് ഡെറിവേറ്റീവ് എന്നുള്ള പാർട്ടിൽ നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് പറയുന്നത്. പക്ഷെ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, നിങ്ങൾ എല്ലാവരും കണ്ടിരിക്കേണ്ടതാണ്. പിന്നെ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ആ ഒരു കമൻറ്റും ലൈക്കും കാണുമ്പോഴാണ് കൂടുതൽ ഇത് ഉപകാരപ്രദമാണല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എത്തിക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയുള്ളൂ. ദ മാക്സിമം ഡിസ്റ്റൻസ് ഫ്രം ഒറിജിൻ ഓഫ് എ പോയിന്റ് on the curve x equal to a sin t minus b sin at by b, y equal to a cos t minus b cos at by b, both a comma b greater than 0. എന്താണ് പറഞ്ഞേക്കണേ? മാക്സിമം ഡിസ്റ്റൻസ് ആണ് പറഞ്ഞേക്കണേ ഒറിജിനിൽ നിന്ന് ഈ പോയിന്റിലേക്ക്, അല്ലെ? പോയിന്റ് എക്സും വൈയും തന്നിട്ടുണ്ട്. പിന്നെ എന്താ തന്നിരിക്കണേ? എ ബി ഗ്രേറ്റർ ദാൻ 0 എന്ന് പറഞ്ഞിട്ട്. അപ്പൊ നമുക്ക് ഒറിജിനിൽ നിന്ന് ഒരു പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് കാണാൻ ഡിസ്റ്റൻസ് ഫോർമുല ഉപയോഗിക്കാം, അല്ലെ? ഡി ഈക്വൽ ടു എന്ത് വരും? റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ വരില്ലേ? ഡി ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ വരും, അല്ലെ? അപ്പൊ ഡി സ്ക്വയർ ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് എഴുതിക്കൂടെ? അപ്പൊ ഡി സ്ക്വയർ ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എഴുതുമ്പോ നമുക്ക് ഈ എക്സ് സ്ക്വയറിന് പകരം ഇവിടെയുള്ള ഇത് കൊടുക്കാം, അല്ലെ? എ സൈൻ ടി മൈനസ് ബി സൈൻ എ ടി ബൈ ബി ഹോൾ സ്ക്വയർ പ്ലസ് വൈന് പകരം എന്ത് കൊടുക്കാം? എ കോസ് ടി മൈനസ് ബി കോസ് എ ടി ബൈ ബി ഹോൾ സ്ക്വയർ. അപ്പൊ ഇതിനി നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇവിടെ എന്ത് വരും? എ സ്ക്വയർ സൈൻ സ്ക്വയർ ടി മൈനസ് 2ab സൈൻ ടി സൈൻ എ ടി ബൈ ബി പ്ലസ് ബി സ്ക്വയർ സൈൻ സ്ക്വയർ എ ടി ബൈ ബി, അല്ലേ? പ്ലസ് നെക്സ്റ്റ് എന്താ വരിക? എ സ്ക്വയർ കോസ് സ്ക്വയർ ടി minus 2ab cos t cos at by b plus b square cos square at by b, അല്ലേ? അപ്പൊ ഇവിടെ എ സ്ക്വയർ പുറത്തേക്ക് എടുത്താൽ എ സ്ക്വയർ ഇൻറ്റു സൈൻ സ്ക്വയർ ടി പ്ലസ് കോസ് സ്ക്വയർ ടി എന്താവും? 1 ആവും. അപ്പൊ നമുക്ക് എ സ്ക്വയർ മാത്രം ആവില്ലേ? ഇനി ഇവിടെ ബി സ്ക്വയർ പുറത്തേക്ക് എടുത്താൽ സൈൻ സ്ക്വയർ എ ടി ബൈ ബി പ്ലസ് കോസ് സ്ക്വയർ എ ടി ബൈ ബി അതും 1 ആവും. അപ്പൊ ബി സ്ക്വയർ മാത്രം ആവും. എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ വന്നു. ഇനി ഇതിനെ എന്താ ചെയ്യാ? മൈനസ് 2ab നമ്മൾ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ഫോർമുല ആവും നോക്കൂ? കോസ് സി കോസ് ഡി പ്ലസ് സൈൻ സി സൈൻ ഡി എന്നുള്ള ഫോമാണ്. അപ്പൊ നമുക്ക് എന്താ എഴുതാൻ പറ്റും? കോസ് സി മൈനസ് ഡി എന്നുള്ള ഫോം അല്ലേ? അപ്പോ കോസ് സിക്ക് പകരം ടി ആണ് ഇവിടെ. ടി മൈനസ് ഡിക്ക് പകരം എ ടി ബൈ ബി, ഇങ്ങനെ എഴുതിക്കൂടെ? അപ്പൊ ഇനി നമുക്ക് എന്താണ് കിട്ടേണ്ടത്? ഇനി മാക്സിമം വാല്യൂ ആണ് കിട്ടേണ്ടത്, അല്ലെ? മാക്സിമം വാല്യൂ കിട്ടണ വെച്ചെങ്കിൽ ഏത് മിനിമം ആവണം? ഈ ടേം മിനിമം ആവണം, അല്ലെ? അതായത് ഡി സ്ക്വയർ മാക്സിമം ആവണം വെച്ചെങ്കിൽ എന്താവണം? ഈ കോസ് ടി മൈനസ് എ ടി ബൈ ബി എന്നുള്ളത് മിനിമം ആവണം, അല്ലേ? അതായത് ഇതിന്റെ മിനിമം വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? കോസിന്റെ മിനിമം വാല്യൂ എന്ന് പറയുന്നത് -1 അല്ലേ? അപ്പൊ നമുക്ക് ഇവിടെ എന്താ എഴുതാം? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2ab ഇൻറ്റു -1, അല്ലെ? അപ്പൊ പ്ലസ് 2ab ആവില്ലേ? അപ്പൊ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab അല്ലേ? അതെന്താണ്? എ പ്ലസ് ബി ഹോൾ സ്ക്വയർ അല്ലേ? അപ്പൊ നമുക്ക് മാക്സിമം വാല്യൂ വരുന്നത് ഡി സ്ക്വയർ മാക്സിമം വരുന്നത് എപ്പോഴാണ്? എ പ്ലസ് ബി ഹോൾ സ്ക്വയറിലാണ്, അല്ലെ? ഡി സ്ക്വയർ മാക്സിമം ആയിട്ട് വരുന്നത്. മാക്സിമം ആവണം വെച്ചെങ്കിൽ ഇത് മിനിമം ആവണം. മിനിമം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ -1 ഉള്ളൂ, അല്ലെ? അപ്പൊ നമുക്ക് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ വരണം. അങ്ങനെ ആവുമ്പോഴാണ് മിനിമം വാല്യൂ വരുന്നത്. അപ്പൊ ഡി മാക്സിമം ആവണം വെച്ചെങ്കിൽ എന്ത് വേണം? ഇതിന്റെ റൂട്ട് എടുക്കണം. റൂട്ട് ഓഫ് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ.
അത് വരുമ്പോ എ പ്ലസ് ബി ആണ് വരിക. കാരണം എന്താണ്, എയും ബിയും ഗ്രേറ്റർ ദാൻ 0 എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും എ പ്ലസ് ബി എന്താവും, പോസിറ്റീവ് ആവും അല്ലെ. അപ്പൊ നമുക്ക് റൂട്ടിന്റെ വെളിയിലേക്ക് വരുമ്പോ എന്ത് വരും, എ പ്ലസ് ബി എന്ന് മാത്രം വരും. അപ്പൊ ഏതാണ് ഓപ്ഷൻ, ബി എന്നുള്ളതാണ് ഓപ്ഷൻ. അപ്പൊ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. If 2a plus 3b plus 6c equal to 0, a comma b comma c belongs to R, then quadratic equation ax square plus bx plus c equal to 0 has എത്ര അറ്റ്ലീസ്റ്റ് 1 റൂട്ട് ആണോ, ഏത് ഇന്റർവെല്ലിലാണ് എന്നുള്ളതാണ് നമുക്ക് പറയേണ്ടത്. അപ്പൊ നമുക്ക് ഇത് ചെയ്യാൻ വേണ്ടി നമുക്ക് റോൾസ് തിയറം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യുക. എന്താണ് റോൾസ് തിയറം? അതായത് ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ് ക്ലോസ്ഡ് ഇന്റർവെൽ എ ബി യിലെങ്കിൽ, ഡിഫറൻഷ്യബിൾ ആണ് ഓപ്പൺ ഇന്റർവെൽ എ ബി യിലെങ്കിൽ, എഫ് ഓഫ് എ ഈക്വൽ ടു എഫ് ഓഫ് ബി ആണെങ്കിൽ there exists an x naught അല്ലെ, അറ്റ്ലീസ്റ്റ് x naught belongs to open interval a b such that f dash x naught equal to 0. ഇതാണ് റോൾസ് തിയറം അല്ലേ. റോൾസ് തിയറം നിങ്ങൾ പഠിച്ചിട്ടാവും. അപ്പൊ ഇവിടുന്ന് നമ്മൾ ഓക്സിലറി ഇക്വേഷൻ എഴുതാണ്, ഓക്സിലറി ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് എഴുതാണ്. അപ്പൊ എന്ത് വരും, എ എക്സ് ക്യൂബ് ബൈ 3 പ്ലസ് ബി എക്സ് സ്ക്വയർ ബൈ 2 പ്ലസ് സി എക്സ് എന്നുള്ളതല്ലേ എഫ് ഓഫ് എക്സ് വരിക. എഫ് ഓഫ് എക്സ് ഓക്സിലറി ഇക്വേഷൻ എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ്. ഇനി എന്താണ് സ്പെസിഫിക് പോയിന്റ്, അതായത് 0ലും 1ലും നമ്മൾ സ്പെസിഫിക് പോയിന്റ് ആയിട്ട് 0യും 1ഉം എടുക്കാണ്. അപ്പൊ എഫ് ഓഫ് 0 എന്ന് പറയുന്നത് എന്താവും, എ ഇൻറ്റു 0 ക്യൂബ്. ഇവിടെയൊക്കെ എന്ത് വരും, 0 വരും അല്ലെ. അപ്പൊ 0 എന്നല്ലേ വരിക. എഫ് ഓഫ് 1 എന്ന് പറയുന്നത് എന്ത് വരും, 1 ഇവിടെ വന്ന എ ബൈ 3 ആവും അല്ലെ. എ ബൈ 3 പ്ലസ് ബി ബൈ 2 പ്ലസ് സി എന്നാവില്ലേ എഫ് ഓഫ് 1. ഇനി നമുക്കൊരു കണ്ടീഷൻ തന്നിട്ടുണ്ട്, 2a പ്ലസ് 3b പ്ലസ് 6c ഈക്വൽ ടു 0 എന്ന് തന്നിട്ടുണ്ട്. ഈ ഒരു ഇതിലേക്ക് ഇത് വരുത്താൻ പറ്റുമോ നോക്കൂ. അതായത് ഇതിന്റെ LCM എന്ത് വരും, 6 വരും അല്ലെ. 1/6 ഇൻറ്റു 3. അപ്പൊ ഇവിടെ എന്ത് വരും, 2a പ്ലസ് 3b പ്ലസ് 6c എന്ന് വന്നില്ലേ. അപ്പൊ ഇത് എന്ത് പറയും, 1/6 ഇൻറ്റു 0 എന്ന് വന്നില്ലേ, അത് 0 ആയില്ലേ. അപ്പൊ നമുക്ക് ഇനി എന്ത് പറയാം, റോൾസ് തിയറം അപ്ലൈ ചെയ്യാൻ പറ്റും അല്ലെ. അപ്പൊ എഫ് ഡാഷ് എക്സ് നമുക്ക് കണ്ടുപിടിക്കണം. എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു എഫ് ഡാഷ് എക്സ് ഇവിടെ എന്താ വരിക, എഫ് ഓഫ് എക്സ് ഇതാണ് വെച്ചെങ്കിൽ എഫ് ഡാഷ് എക്സ് എന്ത് വരും, 3a എക്സ് സ്ക്വയർ ബൈ 3 അല്ലെ. അപ്പൊ എ എക്സ് സ്ക്വയർ വരും എഫ് ഡാഷ് എക്സ് പ്ലസ് ഇനി ഇവിടെ 2bx ബൈ 2 അതായത് bx വരും പ്ലസ് സി അല്ലെ എഫ് ഡാഷ് എക്സ്. ഇനി എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു 0 എന്നുള്ളത് കൊടുത്തിട്ടുണ്ട് വെച്ചെങ്കിൽ നമുക്ക് എന്ത് വരും, എഫ് ഡാഷ് എക്സ് എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഈക്വൽ ടു 0. അതായത് there exists some x naught belongs to 0 1 അല്ലെ. അങ്ങനെ പറയാൻ പറ്റില്ലേ, കാരണം എന്താണ്, ഈ കണ്ടീഷൻസ് ഒക്കെ നമ്മൾ ക്ലിയർ ആണ് ഇവിടെ. അപ്പോ എന്താണ് റോൾസ് തിയറം അപ്ലൈ ചെയ്യാം. റോൾസ് തിയറം അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും, there exists at least one root, എന്താണ് അറ്റ്ലീസ്റ്റ് 1 റൂട്ട് ഇൻ ദ ഇന്റർവൽ ഏതാന്ന് പറയാൻ പറ്റും, ഓപ്പൺ ഇന്റർവൽ 0 1. അറ്റ്ലീസ്റ്റ് 1 റൂട്ട് ഇൻ ഓപ്പൺ ഇന്റർവൽ 0 1 ഏതാണ് ഓപ്ഷൻ എ എന്നുള്ളതാണ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഗ്രേറ്റസ്റ്റ് വാല്യൂ ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് 1 ഹോൾ റേസ് ടു 1/3 minus x minus 1 whole raised to 1/3 on closed interval 0 1 is. എങ്ങനെയാണ് നമ്മൾ ചെയ്യുക, അതായത് ഫംഗ്ഷൻ നമുക്ക് തന്നിട്ടുണ്ട് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് 1 ഹോൾ റേസ് ടു 1/3 മൈനസ്
എക്സ് മൈനസ് 1 ഹോൾ റേസ് ടു 1/3 ആണ്. അപ്പൊ ഇതിന്ന് ഓൺ ക്ലോസ്ഡ് ഇന്റർവൽ 0 1 ആണ് അല്ലെ. അപ്പൊ നമുക്ക് ഇതിന്ന് ക്രിട്ടിക്കൽ പോയിന്റ് കാണാൻ പറ്റില്ലേ? എങ്ങനെയാണ് ക്രിട്ടിക്കൽ പോയിന്റ് കാണാ? ഇതിന്റെ ഡെറിവേറ്റീവ് കാണാ ആദ്യം അല്ലെ. എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു ഡി ബൈ ഡി എക്സ് ഓഫ് ഇത്. ഡി ബൈ ഡി എക്സ് ഓഫ് ഇത് വരുമ്പോ എന്ത് വരും? 1/3 ഇൻറ്റു എക്സ് പ്ലസ് 1 ഹോൾ റേസ് ടു 1/3 മൈനസ് 1 മൈനസ് 1/3 ഇൻറ്റു എക്സ് മൈനസ് 1 ഹോൾ റേസ് ടു 1/3 മൈനസ് 1 അല്ലേ. ഇങ്ങനെയല്ലേ വരിക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? എഫ് ഡാഷ് എക്സ് കിട്ടും. അതായത് ഇത് എന്ത് വരും? 1/3 ഇൻറ്റു എക്സ് പ്ലസ് 1 ഹോൾ റേസ് ടു മൈനസ് 2/3 എന്ന് വരില്ലേ. മൈനസ് 1/3 ഇൻറ്റു എക്സ് മൈനസ് 1 ഹോൾ റേസ് ടു മൈനസ് 2/3 എന്ന് വരില്ലേ. അപ്പൊ ഇനി നമുക്ക് ഇതിനെ നമ്മളെ എന്ത് ചെയ്യാൻ പറ്റും? അതായത് ഈക്വേറ്റ് ചെയ്യാണ്, ഈക്വൽ ടു 0 ആക്കാണ്. അപ്പോഴാണ് ക്രിട്ടിക്കൽ പോയിന്റ് കിട്ടുക അല്ലെ. എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു 0 ആക്കാണ്. അപ്പൊ ഈ ബൈ 3 എന്നുള്ളത് ഇങ്ങോട്ട് പോകുമ്പോ 0 ആയി പോയില്ലേ. അപ്പൊ ഇത് എന്ത് വരും? എക്സ് പ്ലസ് 1 ഹോൾ റേസ് ടു മൈനസ് 2/3 ഈക്വൽ ടു എക്സ് മൈനസ് 1 ഹോൾ റേസ് ടു മൈനസ് 2/3 എന്നാവില്ലേ. ഇതിനെ ഒന്ന് 1 എടുത്തുണ്ടെങ്കിൽ ഈ മൈനസ് സൈൻ പോവില്ലേ. അപ്പൊ എന്താണ്? 1/x പ്ലസ് 1 ഹോൾ റേസ് ടു 2/3 ഈക്വൽ ടു 1/x മൈനസ് 1 ഹോൾ റേസ് ടു 2/3 എന്നായില്ലേ. അപ്പൊ എന്ത് വരും? എക്സ് മൈനസ് 1 ഹോൾ റേസ് ടു 2/3 ഈക്വൽ ടു ഇതിനെ അങ്ങോട്ട് ക്ലോസ് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോഴാണ് ഇങ്ങനെ വന്നത് എക്സ് പ്ലസ് 1 ഹോൾ റേസ് ടു 2/3 എന്ന് വന്നു അല്ലെ. ഇനി ഇതിന്റെ ക്യൂബ് റൂട്ട് എടുത്താൽ എന്ത് വരും? എക്സ് മൈനസ് 1 ഹോൾ സ്ക്വയർ ഈക്വൽ ടു എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ എന്ന് വന്നില്ലേ. അപ്പൊ നമുക്ക് ഇത് എന്ത് എഴുതാം? എക്സ് സ്ക്വയർ മൈനസ് 2x പ്ലസ് 1 ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1 എന്ന് വന്നില്ലേ. അപ്പൊ നമുക്ക് എന്താ വരും? മൈനസ് 2x പ്ലസ് 2x അല്ലെ. അപ്പൊ എന്ത് വരും? എക്സ് സ്ക്വയർ ഇവിടെ ക്യാൻസൽ ചെയ്ത് പോവും, പ്ലസ് 1ഉം ക്യാൻസൽ ചെയ്ത് പോവും. അപ്പൊ എന്ത് വരും? മൈനസ് 2x ഈക്വൽ ടു 2x എന്ന് വന്നില്ലേ. അപ്പൊ എക്സ് ഈക്വൽ ടു എന്ത് വരാൻ പറ്റും? അതായത് ഇതിനെ ഇങ്ങോട്ട് കൊടുത്താൽ എന്ത് വരും? ഇതിനെ അങ്ങോട്ട് കൊണ്ടുപോവാം. 4x ഈക്വൽ ടു 0 എന്നായില്ലേ. എക്സ് ഈക്വൽ ടു അപ്പൊ എന്തായി? 0 ആയി. അതാണ് ക്രിട്ടിക്കൽ പോയിന്റ് അല്ലെ. പിന്നെ എഫ് ഓഫ് എക്സിന്റെ വാല്യൂസ് അപ്പൊ ക്രിട്ടിക്കൽ പോയിന്റ് അതായത് എക്സ് ഈക്വൽ ടു 0യിലും എക്സ് ഈക്വൽ ടു 1ലും കണ്ടുപിടിച്ചിട്ട് അതിൽ ഏതാണ് വലുത് വെച്ചെങ്കിൽ അതാണ് ഗ്രേറ്റസ്റ്റ് വാല്യൂ അല്ലെ. അപ്പൊ ഇനി ക്രിട്ടിക്കൽ വാല്യൂ കൊടുക്കുക. എക്സ് ഈക്വൽ ടു 0 എന്നുള്ളത് ഇതിൽ കൊടുത്താൽ എന്ത് വരും? എഫ് ഓഫ് 0 വരും അല്ലെ. എഫ് ഓഫ് 0 എന്താണ് നോക്കൂ. 0 ഈക്വൽ ടു 0 പ്ലസ് 1 ഹോൾ റേസ് ടു 1/3 എന്ന് പറഞ്ഞാൽ 1 വരും. 0 മൈനസ് 1 ഹോൾ റേസ് ടു 1/3 മൈനസ് ഓഫ് മൈനസ് അപ്പൊ എന്താണ് അതിന് വരിക? 1 മൈനസ് മൈനസ് 1 എന്ന് വരില്ലേ. അപ്പൊ അതെന്ത് വരും? 2 എന്ന് വരും. എഫ് ഓഫ് 0 എന്ന് പറയുന്നത് 2 എന്നാണ്. എഫ് ഓഫ് 1 എന്ന് പറയുന്നത് എന്ത് വരും നോക്കൂ. 1 കൊടുത്തിട്ടുണ്ട് വെച്ചെങ്കിൽ 2 റേസ് ടു 1/3 അല്ലെ. ഇവിടെ എന്ത് വരും? 1 മൈനസ് 1 0 ആയി പോയി. അപ്പൊ 2 റേസ് ടു 1/3. ഇതിൽ ഏതാണ് വലുത്? 2 ആണോ 2 റേസ് ടു 1/3 ആണോ വലുത്? 2 റേസ് ടു 1/3 എന്ന് പറഞ്ഞാൽ ഏകദേശം എത്ര വരും? അതായത് 1.26 എന്നുള്ളതാണ് വരിക. ഏകദേശം 1.26 ആണ് വരിക. 2 എന്ന് പറയുന്നത് എന്താണ്? എഫ് ഓഫ് 0 എന്ന് പറയുന്നത് 2 ആണ്. അപ്പൊ ഗ്രേറ്റസ്റ്റ് വാല്യൂ ഇന്റർവെൽ ഏതാണ്? ഗ്രേറ്റസ്റ്റ് വാല്യൂ ഈ ഇന്റർവെല്ലിൽ ഗ്രേറ്റസ്റ്റ് വാല്യൂ ഏതാണ്? 2 എന്നുള്ളതാണ്. അപ്പൊ ബി എന്നുള്ളതാണ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. F of x equal to cot inverse x plus x increases in the interval. അതായത് ഇൻക്രീസസ് ആണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? നമുക്ക് എഫ് ഡാഷ് എക്സ് ചെയ്യാം അല്ലെ. എഫ് ഡാഷ് എക്സ് എന്ത് വരും? ഡി ബൈ ഡി എക്സ് ഓഫ് കോട്ട് ഇൻവേഴ്സ് എക്സ്. കോട്ട് ഇൻവേഴ്സ് എക്സിന്റെ ഡി ബൈ ഡി എക്സ് എന്താണ് വരിക? 1/1 പ്ലസ് എക്സ് സ്ക്വയർ അല്ലേ. പ്ലസ് എക്സിന്റെ ഡെറിവേറ്റീവ് എന്താണ്? 1.
അപ്പൊ ഇത് എന്ത് വരും നോക്കൂ, 1 കോട്ട് ഇൻവേഴ്സ് എക്സ് ആവുമ്പോ -1/1 പ്ലസ് എക്സ് സ്ക്വയർ ആണ് കോട്ട് ഇൻവേഴ്സ് എക്സ്. അപ്പോൾ -1/1 പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് 1 അല്ലെ. അപ്പോൾ 1 - 1/1 പ്ലസ് എക്സ് സ്ക്വയർ എന്ന് എഴുതിക്കൂടെ. ഇതെന്ത് വരും, 1 പ്ലസ് എക്സ് സ്ക്വയർ -1/1 പ്ലസ് എക്സ് സ്ക്വയർ വരില്ലേ, 1 ക്യാൻസൽ ചെയ്ത് പോവില്ലേ. അപ്പൊ എന്ത് വരും, എക്സ് സ്ക്വയർ ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ വരും അല്ലെ. എഫ് ഡാഷ് എക്സ് എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ വന്നു. ഇനി നമുക്ക് എന്താണ്, എക്സ് സ്ക്വയർ നോൺ നെഗറ്റീവ് അല്ലേ എപ്പോഴും. അപ്പൊ ഇത് എന്തായാലും എന്താവും, പോസിറ്റീവ് ആവും. അപ്പൊ എഫ് ഡാഷ് എക്സ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എക്സ് ബിലോങ്സ് ടു ആർ ആവും. പക്ഷേ എക്സ് നോട്ട് ഈക്വൽ ടു 0 ആണ് അല്ലെ. അപ്പൊ എന്ത് പറയാൻ പറ്റും, അതായത് എക്സ് നോട്ട് ഈക്വൽ ടു 0 ആയാലാണ് എഫ് ഡാഷ് എക്സ് ഗ്രേറ്റർ ദാൻ 0 എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് എഫ് ഡാഷ് എക്സ് ഗ്രേറ്റർ ദാൻ 0 എന്ന് പറഞ്ഞാൽ ഇതൊരു ഇൻക്രീസിങ് ഫംഗ്ഷൻ ആണെന്ന് കിട്ടി. ഇൻക്രീസിങ് റിയൽ നമ്പേഴ്സ്. അപ്പൊ ഏത് ഇന്റർവെല്ലിലാണെന്ന് പറയാൻ പറ്റും, ഇവിടെയുള്ളതില് -∞ ടു ഇൻഫിനിറ്റി. അപ്പൊ ഏതാണ് ഓപ്ഷൻ, സി എന്നുള്ളതാണ് ഓപ്ഷൻ. അതായത് ഇൻക്രീസിങ് ഫോർ ഓൾ റിയൽ നമ്പേഴ്സ് ആണ്. അപ്പോഴാണ് -∞ ടു ഇൻഫിനിറ്റി വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The function f of x equal to 2x cube minus 9ax square plus 12a square x plus 1 where a greater than 0 attains its maximum and minimum at p and q respectively such that p square equal to q then a equals. എന്തൊക്കെയാണ് തന്നിരിക്കണേ, എഫ് ഓഫ് എക്സ് തന്നിട്ടുണ്ട്, എ ഗ്രേറ്റർ ദാൻ 0 എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്താണ്, ഫംഗ്ഷൻ മാക്സിമവും മിനിമവും അറ്റൈൻ ചെയ്യണത് പിയും ക്യൂവും ആണെന്ന് തന്നിട്ടുണ്ട്. പിന്നെ എന്താ തന്നിട്ടുണ്ട്, പി സ്ക്വയർ ഈക്വൽ ടു ക്യൂ ഹോൾഡ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ക്രിട്ടിക്കൽ പോയിന്റ്സ് കാണാൻ പറ്റില്ലേ. ക്രിട്ടിക്കൽ പോയിന്റ്സ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക, എഫ് ഡാഷ് എക്സിനെ 0നോട് ഇക്വേറ്റ് ചെയ്യുക, അപ്പോഴാണ് ക്രിട്ടിക്കൽ പോയിന്റ് കിട്ടുക അല്ലെ. അപ്പൊ എഫ് ഡാഷ് എക്സ് ഇവിടെ എന്ത് വരും, 6x² മൈനസ് 18ax പ്ലസ് 24 അല്ല, സോറി, ഇവിടെ എന്ത് വരും, എക്സ് ആണ്. അപ്പൊ 12a² ഇതല്ലേ വരിക, ഈക്വൽ ടു 0. അതായത് എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു 0 ആവുമ്പോഴാണ് ക്രിട്ടിക്കൽ പോയിന്റ് കണ്ടുപിടിക്കാൻ പറ്റുക. അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, x² മൈനസ് 3ax പ്ലസ് 2a² ഈക്വൽ ടു 0 ആയില്ലേ. ഇതിനെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ ഏതൊക്കെയാണ് ഫാക്ടേഴ്സ് എന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ. ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. -3a ആഡ് ചെയ്യുമ്പോൾ വരണം, 2a² എന്ത് ചെയ്യണം, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വരണം. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും, -x - a ഇൻറ്റു x - 2a എന്ന് പറഞ്ഞൂടെ, ഈക്വൽ ടു 0. അപ്പൊ x ഈക്വൽ ടു a വന്നു, x ഈക്വൽ ടു 2aയും വന്നു. ഇനി നമുക്ക് എന്ത് പറയാം, അതായത് ക്രിട്ടിക്കൽ പോയിന്റ് മാക്സിമം ആണോ മിനിമം ആണോ എന്ന് പറയാൻ വേണ്ടി f2 ഡാഷ് എക്സും കൂടി കാണാം അല്ലെ. f2 ഡാഷ് എക്സ് എന്ന് പറയുന്നത് 12x മൈനസ് 18a അല്ലെ. ഇനി ഈ x ഈക്വൽ ടു a എന്നുള്ളതില് f2 ഡാഷ് എക്സ് എന്ന് പറയുന്നത് എന്താവും, f2 ഡാഷ് എക്സ് എന്ന് പറയുന്നത് 12a മൈനസ് 18a അല്ലെ. ഇതെന്താണ്, -6a വന്നില്ലേ, -6a. കാരണം എന്താണ്, a ഗ്രേറ്റർ ദാൻ 0 എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും -6a എന്നുള്ളത് എന്ത് വരും, നെഗറ്റീവ് ആയിട്ട് വരും അല്ലെ. അപ്പൊ നമുക്ക് എന്ത് വരും, x ഈക്വൽ ടു a എന്നുള്ള പോയിന്റ് ലോക്കൽ മാക്സിമം വരും. അതായത് പി എന്ന് പറയുന്നതാണ് ലോക്കൽ മാക്സിമം. അത് എന്ന് പറയുന്നത് എന്ത് വന്നു, പി എന്ന് പറയുന്നത് എ ആണ് എന്ന് വന്നു.
ഇനി അറ്റ് എക്സ് ഈക്വൽ ടു 2a എങ്ങനെയാണ് വാല്യൂ കണ്ടുപിടിക്കുക? എക്സ് ഈക്വൽ ടു 2a എന്ന് പറയുമ്പോൾ എഫ് ടു ഡാഷ് എക്സ് എന്ന് എഫ് ടു ഡാഷ് എക്സ് എന്ന് പറയുന്നത് എന്ത് വരും? എക്സ് ഈക്വൽ ടു 2a 12 ഇൻറ്റു 2a മൈനസ് 18a. അത് എത്രയാണ്? 24a മൈനസ് 18a അല്ലേ? അപ്പൊ എന്താ വരാം? 6a എന്ന് വരില്ലേ? a ഗ്രേറ്റർ ദാൻ 0 ആയതുകൊണ്ട് എഫ് ടു ഡാഷ് 2a എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 വരും. അപ്പൊ ഗ്രേറ്റർ ദാൻ 0 വന്നാൽ എന്ത് വരും? ലോക്കൽ മിനിമം വരും. അപ്പൊ ലോക്കൽ മിനിമം ഏതാണെന്ന് പറഞ്ഞിട്ടുണ്ട് അവര്? ക്യൂ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ക്യൂ എന്ന് പറയുന്നത് ഇവിടെ എന്താണെന്ന് കിട്ടി? 2a ആണെന്ന് കിട്ടി. ഇനി നമുക്ക് എന്താണ്? പി സ്ക്വയർ ഈക്വൽ ടു ക്യൂ ആണ്. പി ഏതാണ്? എ ആണ്. അപ്പൊ പി സ്ക്വയർ ഈക്വൽ ടു ക്യൂ ഈക്വേറ്റ് ചെയ്യുമ്പോൾ എ സ്ക്വയർ ഈക്വൽ ടു ക്യൂ എന്നുള്ളത് ഇവിടെ എന്താ കിട്ടിയേ? 2a. എ സ്ക്വയർ ഈക്വൽ ടു 2a എന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ എ സ്ക്വയർ മൈനസ് 2a ഈക്വൽ ടു 0 എന്ന് കിട്ടിയില്ലേ? എ ഇൻറ്റു എ മൈനസ് 2 ഈക്വൽ ടു 0 എന്ന് കിട്ടിയില്ലേ? എ ഈക്വൽ ടു 0 ഓർ എ ഈക്വൽ ടു 2 എന്ന് കിട്ടിയില്ലേ? പക്ഷേ എ ഈക്വൽ ടു 0 ആവാൻ പറ്റില്ല, കാരണം അവർ തന്നിട്ടുണ്ട് എ ഗ്രേറ്റർ ദാൻ 0 എന്നുള്ളത്. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? എ ഈക്വൽ ടു 2 എന്നുള്ളതാണ് ഓപ്ഷൻ. അപ്പൊ ബി എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ഇനിയും കൂടുതൽ ക്വസ്റ്റ്യൻസിനായി കാത്തിരിക്കുക. താങ്ക്